ഹായ്, നമുക്ക് സ്കൂംസ് പോർട്ടലിൽ എങ്ങനെയാണ് മാർക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ലോഗിൻ ഐ ഡിയിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ശേഷം ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റിൽ ഏറ്റവും ടോപ്പ് കോർണറിൽ മെനു എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാൻ പറ്റും. ആ മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മാർക്ക് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തതായിട്ടുള്ളൊരു മെയിൻ ടാബ് കാണാം. അതിൻ്റെ ഈ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. മാർക്സ് എന്നുള്ളതിൻ്റെ പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിലേറ്റവും താഴെ മാർക്സ് എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള പ്രധാന ഭാഗം വരുന്നത്. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന ആ കൺസേൺഡ് ടീച്ചർക്ക് മാത്രമേ അവിടെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അവർ ഏത് ക്ലാസ്സിലൊക്കെയാണോ അവർ ഏതെല്ലാം സബ്ജക്റ്റാണോ എടുക്കുന്നത് ആ സബ്ജക്റ്റുകൾ മാത്രമാണ് അവർക്ക് എൻ്റർ ചെയ്യാൻ കഴിയുക. ഇതിലെ എല്ലാ ടീച്ചേഴ്സിനും ഒരേ അതോറിറ്റിയാണ് വരുന്നത്. അവർക്ക് മാത്രമേ ആ മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് എക്സാം. അതിൽ 2 എക്സാമാണ് ഇപ്പോൾ നമ്മൾ നടന്നിട്ടുള്ളത്. സെക്കൻഡ് ഇയറിന് ഫസ്റ്റ് ക്വാർട്ടർ എക്സാമിനേഷനും ഫസ്റ്റ് ഇയറിന് യൂണിറ്റ് ടെസ്റ്റുമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണോ എക്സാമിനേഷൻ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ +1 യൂണിറ്റ് ടെസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ക്ലാസ് ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. ക്ലാസ് ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്ലാസ്സുകൾ ഇവിടെ കാണാൻ കഴിയുള്ളൂ. കാരണം ഇതിലിപ്പോൾ എൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എനിക്ക് മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ G1 ക്ലാസ് സെലക്ട് ചെയ്തു. ദെൻ അടുത്തിവിടെ സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. സബ്ജക്റ്റ് ഞാൻ അക്കൗണ്ടൻസി മാത്രമേ എടുക്കുന്നുള്ളൂ, അത് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. ഓരോ ടീച്ചേഴ്സിനും അത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ദെൻ അക്കൗണ്ടൻസി സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നാണോ എക്സാം നടന്നിട്ടുള്ളത് ആ ഡേറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് എക്സാക്റ്റ് ആവണം നിർബന്ധമല്ല, എന്നാലും ആ ഡേറ്റ് അറിയുന്നവർ അത് കൊടുത്ത് വെക്കാം. ദെൻ മാക്സിമം മാർക്ക് എത്രയാണെന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 20ലേക്കോ 25ലേക്കോ എത്രയാണോ നമ്മൾ എക്സാം നടത്തിയിട്ടുള്ളത് ആ മാർക്ക് ഇവിടെ ടോട്ടൽ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ സേവ് കൊടുക്കണം. സേവ് കൊടുക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സേവ് ബട്ടണിൽ അമർത്തുന്നു. ദെൻ അതിൻ്റെ ശേഷം ഷോ എന്നുള്ള ബട്ടണിൽ അമർത്തുന്നു. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലെ ടോട്ടലായിട്ടുള്ള എല്ലാ കുട്ടികളുടെയും പേരുകളും അവരുടെ റോൾ നമ്പറും എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇനി ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞെടുത്ത് ഓരോ കുട്ടിയുടെ മാർക്കും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓരോ കുട്ടിയുടെ മാർക്കുകളും നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ടോട്ടൽ മാർക്ക് 20 കൊടുത്തിട്ടുള്ളത്. സോ അതിന് മുകളിലേക്ക് നമുക്കൊരിക്കലും എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും കൊടുത്തു. ദെൻ നമുക്കിനി ഇതിൽ എന്തെങ്കിലും എഡിറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ പേരിൻ്റെ ഏറ്റവും എൻഡിൽ എഡിറ്റ് ബട്ടൺ ഉണ്ട്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ മാർക്കിനെ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് ടോട്ടലായിട്ട് എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ കൊടുത്ത ശേഷം ഏറ്റവും താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ബട്ടൺ അമർത്തുന്നു. ഓക്കെ, ദെൻ നമുക്ക് ചില കേസിൽ ചില ക്ലാസ്സിൽ നമ്മൾ 15 മാർക്കിലേക്ക് എക്സാം നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ടോട്ടൽ മാർക്കിനെ നമുക്ക് ചിലപ്പോൾ നമ്മൾ 25 മാർക്കിലേക്ക് എക്സാം നടത്തും. അപ്പോൾ അതിനെ 20 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 20 അടിച്ചെടുത്ത് കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കുട്ടികളുടെ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുപോലെ മേക്ക് റാങ്ക് ഇട്ട് കൊടുത്താൽ ആ കുട്ടികളുടെ റാങ്കും അതുപോലെ അതിൽ കാണിക്കും. ഇത്രയേ ഉള്ളൂ മാർക്ക് എൻട്രിങ്ങിനുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.